എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമുക്ക് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എപ്പോഴും നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നോക്കി ഞാനങ്ങ് പോരാ പതിവ്. നിങ്ങളുടെ ഫീലിങ്സ് അവർക്ക് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ പേഴ്സൺ അയച്ചു കൊടുക്കൂ, അവർ മനസ്സിലാക്കട്ടെ നിങ്ങളുടെ ഫീലിങ്സ്, അല്ലേ? ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, റീഡിങ്ങിലേക്ക് പോയാലോ? പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. സൺഡേ ദിവസം എനിക്ക് ഇച്ചിരി ലേറ്റ് ആവും, ഉച്ചവരെയും ഞാൻ എൻഗേജ്ഡ് ആണ്. ഓക്കെ, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും റീഡിംഗ് നോക്കുന്നുണ്ടാവുക കേട്ടോ. പേഴ്സണെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. Divine please guide and the viewers in the person's current honest true feelings അവർക്കായിട്ട് എന്താണെന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സ് അവർക്കായിട്ട് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സിൽ അവർക്കായിട്ട് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ ഫീലിങ്സിൽ അവർക്കായിട്ട് എന്താണെന്ന് പറഞ്ഞു തരൂ. എടുക്കട്ടെ. പേജ് ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് സ്വർഡ്സ്, ഹൈ പ്രീസ്റ്റസ് ആയിക്കോട്ടെ, Death, Rebirth, King of Pentacles, Justice, Nine of Cups, Devil, Ace of Swords, Magician, Six of Wands, Two of Cups, Four of Swords. മിക്സ്ഡ് ഇമോഷൻസ് ആണ് ആ ഫീലിങ്സിൽ കാണുന്നത് കേട്ടോ. അവരെന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് കിടക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പേജ് ഓഫ് വാണ്ട്സ്, ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് എപ്പോഴും നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം ഇവർ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പിക്ചർ കൈവശം ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ വെയർഅബൌട്ട്സ് എല്ലാം തന്നെ ഇവർ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങളുടെ അടുത്ത് നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അവർ എടുത്തു ചാടി ഒന്നും തീരുമാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ശാന്തിയോടെയും സമാധാനത്തോടെയും ഇരുന്ന് ആലോചിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ കുറച്ചുകൂടി എടുത്തു ചാടുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. പക്ഷെ അവർ വളരെ പേഷ്യൻ്റായിട്ട് സമാധാനമായിട്ട് ഇരുന്ന് ക്ഷമയോടെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ നിങ്ങൾ ഭയങ്കര ഇൻറ്റ്യൂറ്റീവ് ആയിട്ടൊരു വ്യക്തിയാണ് എന്ന് അവർ കരുതുന്നുണ്ട് കേട്ടോ. നിങ്ങളും നിങ്ങളുടെ പേഴ്സണോ ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒരുപാട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ തന്നെ എന്താ പറയുക, ടാരോ ആയിട്ട് ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. ആസ്ട്രോളജി, ന്യൂമറോളജി, ടാരോ റീഡിങ്, അങ്ങനെ ഒക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്നും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരൊരു ടാരോ റീഡർ തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട്. കാരണം ഒരുപാട് ടാരോയുടെ പ്രസൻസ് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളോ അവരോ ഒരുപാട് ടാരോ ഡെയിലി ബേസിസിൽ കാണുന്നുണ്ട്, ഒരുപാട് റീഡിങ്സ് കാണുന്നുണ്ട്. റീഡിങ് എടുത്തിരിക്കാനും സാധ്യതയുണ്ട്. അവർക്കതിൽ വിശ്വാസവുമാണ്. ആ റീഡിങ്ങിൽ അവർക്ക് 100% വിശ്വാസവുമാണ്. ആ റീഡിങ്ങിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് റീഡിങ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നും കാണുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്, അത് തന്നെയാണ് അവരുടെ മനസ്സിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് അവർ കീപ്പ് ചെയ്യുന്ന നിങ്ങൾക്കായിട്ടുള്ള ഫീലിങ്സ് കേട്ടോ. നിങ്ങളുമായിട്ടൊരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കണം എന്ന് അവർ ചിന്തിക്കുന്നു. അതായത് ലോങ് ടേം നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിൽ കൂടി അവർ ഇൻവോൾവ് ആവണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ലൈഫ് ലോങ് നിങ്ങൾക്കൊരു സപ്പോർട്ട് തന്ന കൂടെ നിൽക്കണം എന്നും അവർ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പെർഫെക്റ്റ് ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അന്യായമായിട്ടൊന്നും നിങ്ങളോട് പ്രവർത്തിക്കരുത് എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ചിലരുടെയെങ്കിലും ലൈഫിൽ അവരവരുടെ സ്പൗസുമായിട്ടൊരു സെപ്പറേഷൻ കേസോ അങ്ങനെ എന്തോ നടക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരു സെപ്പറേഷനിൽ കൂടി കടന്നു പോകുന്നതായിട്ടും കാണുന്നുണ്ട്. കേസ് വിധിയായിട്ടില്ല, വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണെന്ന് തന്നെ അവർ കരുതുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. ഡെവിളി വെച്ചിട്ട് നിങ്ങളെ പ്രതി വല്ലാത്തൊരു മാഗ്നറ്റിക് ഉള്ളൊരു ഭ്രാന്തമായ ആവശ്യം അവർക്ക് തോന്നാറുണ്ട്. ഒരു ഒബ്സഷൻ തന്നെ കൂട്ടിക്കോളൂ.
തുടർച്ചയായിട്ട് നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുക, നിങ്ങളുമായിട്ടുള്ള ഇൻറ്റിമേറ്റ് മൊമെൻറ്റ്സ് തുടർച്ചയായിട്ട് മനസ്സിൽ വരിക, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കണം, ആർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല, പൊസസീവ്നെസ് അങ്ങനെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് നിങ്ങളെ പറ്റിയിട്ട്. ഓക്കെ, എന്നും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം, ഒരിക്കലും വിട്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ തള്ളി പറഞ്ഞു വിട്ടാൽ പോലും അവർ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. ആ ഒരു തരം ഫീലിംഗ് ആണ് അവർ നിങ്ങൾക്കായിട്ട് കീപ്പ് ചെയ്യുന്നത്. നിങ്ങൾ മുന്നിൽ ഇരിക്കും അങ്ങനെ കണ്ണെടുക്കാതെ നിങ്ങളെ തന്നെ, അതായത് അവർക്ക് ലോകത്തിൽ ചുറ്റുമുള്ള വേറെ ഒന്നും കാണില്ല ആ സമയത്ത്, നിങ്ങൾ മാത്രം എന്നുള്ള ആ രീതിയിൽ അത്രയും ഒബ്സസ്ഡായിട്ട് ഇവർ നിങ്ങളെ നോക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അവർക്ക് ഒരു റിയലൈസേഷൻ ഉണ്ട്, അതായത് എന്താ പറയുക, തെറ്റായിട്ടുള്ളൊരു രീതിയിലൊന്നും അല്ല അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് കേട്ടോ. വളരെ അവരുടെ ചിന്തകൾ വ്യക്തമായിട്ട് ക്ലാരിറ്റിയോട് കൂടിയാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത്. എന്ന് വെച്ചാൽ സ്റ്റേബിലിറ്റി വേണം നിങ്ങളൊത്ത് എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അല്ലാതെ ഒരു കളിതമാശയായിട്ട് കുറച്ച് നാളെ കൂടെ നടക്കാം, അത് കഴിഞ്ഞാൽ വിട്ടിട്ട് പോകാം, അങ്ങനെയൊന്നും അല്ല അവരുടെ ചിന്തയിൽ. സ്റ്റേബിളായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കണം, നിങ്ങളുമായിട്ടൊരു പുതിയ ബിഗിനിങ് വേണം എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, മജീഷ്യൻ വെച്ചിട്ട് ഭാവിയിലെ കാര്യങ്ങളൊക്കെ അവരിപ്പോഴേ പ്ലാൻ ചെയ്യണത്, എപ്പോഴും അത് തന്നെയാണ് ചിന്ത. നിങ്ങളെ കണ്ടാൽ എന്ത് ചെയ്യണം, എന്ത് പറയണം, ഭാവിയിൽ എങ്ങനെ ആയിരിക്കണം, ഭാവി ജീവിതം എങ്ങനെ ആയിരിക്കും, നിങ്ങളാണ് കൂടെ ഉള്ളതെങ്കിൽ അതെന്തൊക്കെ ചെയ്യണം, നിങ്ങളെ എങ്ങനെയൊക്കെ നോക്കണം, എങ്ങനെയൊക്കെ ഇതുപോലത്തെ ചിന്തകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് മനസ്സിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ജോലി ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും എല്ലാം സ്വപ്നങ്ങളിലും നിങ്ങളാണ്. ആ ഒരവസ്ഥയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കായിട്ട് അവർ പ്രാർത്ഥിക്കാറുണ്ട്. അവരുടെ ഡെയിലി പ്രാർത്ഥനകളിൽ നിങ്ങളുടെ പേരും അവർ ചേർത്ത് പറയാറുണ്ട്. റിലേഷൻഷിപ്പിൽ യാതൊരു പ്രോബ്ലവും വരാതെ മുന്നോട്ട് പോകണം എന്നവർ ചിന്തിക്കാറുണ്ട്. റീയൂണിയൻ വളരെയധികം ആഗ്രഹിക്കുന്നത്, തമ്മിൽ കാണാൻ വളരെയധികം തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതൊരു പരസ്പര സ്നേഹമാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്നേഹമാണ് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിൽ ക്ലൂസായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒന്നാമത് ഞാൻ ഒക്കൾട്ട് റിലേറ്റഡ് കാര്യം പറഞ്ഞിരുന്നു. അവർ സ്പിരിച്വലായിട്ടുള്ള വ്യക്തിയായിരിക്കാം കുറച്ച്, അതേപോലെ ആസ്ട്രോളജി, ന്യൂമറോളജി, ടാരോ റീഡിങ് അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ബാങ്ക് ജീവനക്കാരായിരിക്കാം ജനറലി പറയുമ്പോൾ. ഫൈനാൻസുമായിട്ട് റിലേറ്റഡായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. മാനേജർ പൊസിഷൻസിലിരിക്കുന്ന വ്യക്തികളായിരിക്കാം. ലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വക്കീൽ, പോലീസ്, ആർമി, നേവി, അങ്ങനെ നിയമമായിട്ട് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. വേറെ എന്താണ്, ടീച്ചറായിരിക്കാം, സയൻസ് റിലേറ്റഡ് ആയിട്ട് ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഓക്കെ, വേറെ അതായത് മെഡിക്കൽ റെപ്പ്, ലാബ്, ഡോക്ടർ, അങ്ങനെ നേഴ്സ്, അങ്ങനത്തെ ജോലികൾ ചെയ്യുന്ന വ്യക്തിയുമായിരിക്കാം. ഓക്കെ, ഇത്രയുമാണ് എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഓർമ്മ. സോഷ്യൽ മീഡിയ പേഴ്സണോ ആയിരിക്കാം കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ലൈക്ക് യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ അതിലൊക്കെ കുറച്ച് സജീവമായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തികളുമായിരിക്കാം. സ്പിരിച്വലി റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുമായിരിക്കാം. കുറച്ച് സ്ട്രെസ്സ് അവരനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സ്നേഹക്കൂടുതൽ കൊണ്ടുള്ള സ്ട്രെസ്സാണോ എന്ന് എനിക്കറിയില്ല. അതായത് ഉറക്കം വളരെ കുറവായിട്ട് കാണുന്നു. അങ്ങനെ എണീറ്റിരുന്ന് ചിന്തയോട് ചിന്ത എന്നുള്ള രീതിയിൽ, അത് സ്നേഹം ഒരുപാട് കൂടുമ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. നമുക്ക് ഉറക്കം വരില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിക്കുന്ന ആ ഒരു രീതിയിൽ അവർ ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ മുഖം കണ്ടിട്ട് ഒരു ഹാപ്പി ഫേസ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇവർ സുഹൃത്തുക്കളോടും ഒക്കെ നിങ്ങളെ പറ്റിയിട്ട് കുറേ അധികം സംസാരിക്കാറുണ്ടായിരിക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇനി എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെ സംസാരിക്കുമല്ലോ. അങ്ങനെയൊക്കെ സംസാരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു പുതിയ തുടക്കം, ഒരു വിവാഹം, അങ്ങനെയൊക്കെ തന്നെയാണ് അവർ മനസ്സിൽ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങളുമായിട്ട് ഒരു ജീവിതം വേണം, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ തന്നെയാണ് അവരുടെ ചിന്ത. അവർ നിങ്ങളോട് സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് വരുന്നുണ്ട്. അല്ല, നിങ്ങൾ ഓൾറെഡി കമ്മിറ്റഡ് ആണ് അവരുമായിട്ട് എന്നുള്ള ലെവലിലാണെങ്കിൽ ആ റിലേഷൻ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അവരാഗ്രഹിക്കുന്നു, ഒരു വിവാഹത്തിലേക്ക് എത്തിക്കാൻ അവരാഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു സ്പൗസ് എന്നുള്ള സ്ഥാനത്ത് നിങ്ങൾ വേണം എന്നുള്ള രീതിയിൽ. ഓക്കെ, പരസ്പര സ്നേഹം, അവർ ഇൻറ്റിമസിയും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ലവേഴ്സും ഡെവിളും വെച്ചിട്ട് ഇൻറ്റിമേറ്റ് മൊമെൻറ്റ്സും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണുന്നു. അതിനെപ്പറ്റി കുറച്ച് കൂടുതലായി ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. തീർച്ചയായും വിവാഹം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചിന്ത വരുമല്ലോ. നിങ്ങൾ അവരുടെ കുടുംബം തന്നെയാണ് അവർക്ക്. ഓക്കെ, ഓൾറെഡി അവരുടെ സ്പൗസാണ്.
അവരിങ്ങനെ ചിന്തിക്കാറുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട്, രണ്ടുപേരുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഹാപ്പി ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം, അങ്ങനെ സ്റ്റേബിളായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം ഇവർ തുടർച്ചയായിട്ട് ആലോചിക്കാറുണ്ട്. ഇമോഷണലി വളരെ കണക്റ്റഡ് ആയിട്ടും ഇവർ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഭയങ്കര ഇമോഷൻസ് ഫീൽ ചെയ്യാറുണ്ട് രാത്രി. അതുകൊണ്ടാണ് ഇവർക്ക് ഉറങ്ങാൻ സാധിക്കാത്തത്. ഇമോഷൻസ് ഹൈറ്റൻഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് കരച്ചിൽ വരും, ദേഷ്യം വരും, സങ്കടം വരും, സ്ട്രെസ്സ് വരും, എല്ലാം വരും. അപ്പം അങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അവർക്ക്. അതേപോലെ നിങ്ങൾക്കായിട്ടൊരു ക്വിക്ക് ആക്ഷൻ എടുക്കണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലുള്ളവർ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ക്വിക്ക് ആക്ഷൻ എന്ത് തന്നെ ആയാലും, അതായത് ഈ അടുത്ത ലെവലിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകുന്നതിനെ പറ്റിയിട്ട് അവർക്ക് യാതൊരു ഡൗട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന്, ഇനി വൈകിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്ന. ഒരു ക്വിക്ക് ആക്ഷൻ നിങ്ങൾക്കായിട്ട് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും കേട്ടോ. ലാസ്റ്റ് കാർഡാണേ, ലാസ്റ്റ് കാർഡ്. നിങ്ങളെ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ള ഈ കാർഡ് രണ്ടാമതാണ് വരുന്നത്. 10 ഓഫ് കപ്സ് നേരത്തെ വന്നിരുന്നു. 10 ഓഫ് പെൻറ്റക്കിൾസ്. എല്ലാ രീതിയിലും ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് തരണം എന്നവർ ആഗ്രഹിക്കുന്നു. അതുമല്ല, നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ് നിങ്ങളെ സ്വീകരിക്കണം, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു പബ്ലിക് ഡിക്ലറേഷൻ കൊടുക്കണം എന്നവർ ആഗ്രഹിക്കുന്നു. ഇതുവരെ രഹസ്യമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഇനി അത് 4 പേർ അറിയുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. വളരെ സ്ട്രോങ് ഫീലിങ്സ് ആണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് കീപ്പ് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങളുമൊത്തൊരു സ്റ്റേബിൾ ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താണ് അവരെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിന് അവരുടെ പേഴ്സണോടുള്ള കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിന് അവരുടെ പേഴ്സണോടുള്ള കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ്? വ്യൂവേഴ്സിന് അവരുടെ പേഴ്സണോടുള്ള കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ. വ്യൂവേഴ്സിന് അവരുടെ പേഴ്സണോടുള്ള കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ്? ഷഫ്ലിംഗ് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. വ്യൂവേഴ്സിന് അവരുടെ പേഴ്സണോടുള്ള കറണ്ട് ഓണസ്റ്റ് ഫീലിങ്സ് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരൂ. ഒരേ ഒരു ഷഫ്ലിംഗ് എടുക്കണേ. ഡെവിൾ, obviously 9 of cups, 2 of pentacles, ace of pentacles, queen of wands, okay, 3 of swords, 10 of cups, queen of cups, 2 of wands, okay, star, എന്ത് പറ്റി നിങ്ങൾക്ക്? പേജ് ഓഫ് വാൻഡ്സ്, 2 of cups, 6 of cups. നിങ്ങൾക്ക് എന്താണ് ഒരു ഹാർട്ട് ബ്രേക്ക് പോലെ ഫീൽ ചെയ്യുന്നത്? അതായത് നിങ്ങൾ ഒബ്സസ്ഡ് ആണ് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി എങ്ങനെയാണോ ഒരു ഒബ്സഷൻ പോലെ, ഒരു വിട്ടുപോകാൻ പറ്റാത്തൊരു മാഗ്നറ്റിക് പുള്ള് ഫീൽ ചെയ്യുന്നത്, അതേപോലെ ബാക്കിൽ കുട്ടികളുടെ ശബ്ദം ഉണ്ടാവും, ക്ഷമിക്കുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണെ പ്രതി ഒബ്സസ്ഡ് ആണ്. എത്ര വിട്ടുപോകാൻ ശ്രമിച്ചാലും നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും പല പ്രാവശ്യം വിട്ട് നിൽക്കാനായിട്ട്, പക്ഷെ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എന്നൊരു സിറ്റുവേഷനാണ്. കാരണം നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മാരീഡ് ആയിരിക്കാം. ആ തേർഡ് പേഴ്സൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി അത് വേണ്ട, ശരിയാവില്ല, അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്നൊക്കെയുള്ള മട്ടിൽ മാറി നിൽക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്കതിനെ സാധിക്കാറില്ല. കാരണം അവർ നിങ്ങളുടെ ജീവിതത്തിലെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ വേറെ എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും ഇവർ ഒന്നിച്ചില്ലാത്തതിൻ്റെ വിഷമം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ജഗിള് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്, നിങ്ങളും ജഗിള് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും നാളും ഒരു ഫോം കമ്മിറ്റ്മെൻറ്റ് കിട്ടാത്ത പോലെ, കാരണം അപ്പുറത്തൊരു തേർഡ് പേഴ്സൺ ഉണ്ട്, ഒരു കുടുംബത്തിൻ്റെ സാന്നിധ്യം കാണുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ പൂർണ്ണമായൊരു കമ്മിറ്റ്മെൻറ്റ് അവർക്ക് പോസിബിൾ അല്ല എന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കാൻ നിങ്ങളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല എന്നൊരു സിറ്റുവേഷനാണ്. നിങ്ങളിപ്പോഴും ഹോപ്പിലാണ് ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ പേഴ്സണെ മൊത്തം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് നിങ്ങളിപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ഇമോഷണൽ കണക്ഷൻ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ, അതിഭയങ്കരമായിട്ട്. ഓക്കെ, വെച്ചാൽ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഭയങ്കരമായ ഒരു സ്ട്രോങ് ഇമോഷണൽ ബോണ്ട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആണ്. കാരണം നിങ്ങൾക്ക് അവർ കുടുംബം തന്നെയാണ്. ഓൾറെഡി നിങ്ങൾ സംരക്ഷിക്കേണ്ടുന്ന ഒരു കുടുംബമാണ് അവർ നിങ്ങൾക്ക് എന്ന് തന്നെയാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. അവരെ ചേർത്ത് പിടിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ഭയങ്കരമായ സ്ട്രോങ് ആയിട്ടൊരു ഏർജ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ നിങ്ങൾക്കൊരു സങ്കടം, വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടൊരു സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ട്. കാരണം നിങ്ങൾക്കറിയാം അവർക്ക് പൂർണ്ണമായൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല എന്നുള്ളത്. കാരണം ആ തേർഡ് പാർട്ടിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് അവിടെ കാണുന്നു കേട്ടോ. ആ ഒരു ഹാർട്ട് ബ്രേക്ക് നിങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷെ നിങ്ങൾ എന്തൊക്കെ വന്നാലും നിങ്ങൾക്ക് അവരെ വിട്ടുപോകാൻ സാധിക്കില്ല. സിറ്റുവേഷൻ നിങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ സിറ്റുവേഷനും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊരിക്കലും അവരെ വിട്ടുപോകാൻ സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് അവർ ഭ്രാന്തമായൊരു ആവേശമാണ്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ പേഴ്സൻ്റെ എല്ലാ കാര്യത്തിനും നിങ്ങൾ അവൈലബിൾ ആണ്. ഓക്കെ, അവർ ചോദിക്കും മുന്നേ അല്ലെങ്കിൽ അവർ പറയും മുന്നേ അവരുടെ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞ് ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട്. ജോലി സംബന്ധമായിട്ടാവട്ടെ, അവരുടെ പേഴ്സണൽ കാര്യങ്ങളാവട്ടെ, ചെറിയ ചെറിയ കാര്യങ്ങൾ ഡീറ്റെയിൽസ് പോലും നിങ്ങൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ട് അവരുടെ ലൈഫ് കംഫർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അതേപോലെ ലോങ് ഡിസ്റ്റൻസ് ആണ് ചിലർ എന്നും കാണുന്നുണ്ട് കേട്ടോ. ദൂരത്തിരുന്നു കൊണ്ട് ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷൻ യാത്ര ചെയ്ത് വന്നു വേണമായിരിക്കും നിങ്ങളെ കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ കാണാൻ. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ വളരെ വിഷമിച്ചിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു സ്റ്റാറാണ്. അതായത് അവർ പല രീതിയിലും നിങ്ങൾക്ക് ലക്ക് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ്. ഭയങ്കര സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള വ്യക്തിയാണ്. തിരിച്ച് നിങ്ങളും അതുപോലെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരെ വിട്ട് കളയാൻ പറ്റില്ല. അവരുടെ വാലിൽ തൂങ്ങി ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന പോലെയാണ് അവരുടെ ലൈഫിൽ. കയറ് നിങ്ങൾക്ക് വിടാൻ പറ്റില്ല എന്നുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടൊരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് അവരോടുള്ളത്. നിങ്ങൾക്ക് അവരെന്നും മെസ്സേജ് അയക്കണം, നിങ്ങളോട് മണിക്കൂർ കണക്കിന് സംസാരിക്കണം, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം, നിങ്ങളുടെ ഫോട്ടോസ് നോക്കി അഭിപ്രായം പറയണം, അങ്ങനെയൊക്കെ കണക്റ്റഡ് ആയിരിക്കണം. നിങ്ങൾ പിണങ്ങിയാൽ നിങ്ങളെ സമാധാനിപ്പിക്കണം. അങ്ങനെയൊക്കെ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. റീയൂണിയൻ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ ഒപ്പം നിങ്ങളും റീയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർക്കെങ്കിലും അടുത്ത 2 ദിവസത്തിൽ റീയൂണിയൻ ഒന്നുമില്ലെങ്കിലും തമ്മിൽ കണ്ട് സംസാരിക്കാനുള്ളൊരു സാഹചര്യം വരുന്നതായിട്ടും കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ച് കാലങ്ങളായിട്ടുള്ളതാണ്, ന്യൂ റിലേഷൻഷിപ്പ് ഒന്നുമല്ല. പരസ്പരം നിങ്ങൾക്ക് കുറേ കാലമായിട്ട് അറിയാം. ഇനി അങ്ങോട്ടും ലൈഫ് ലോങ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം, ഒന്നിച്ച് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ തീവ്രമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഭയങ്കര പൊസസീവാണ് നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ട്. അവർ മറ്റാരോടെങ്കിലും സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ആ സമയത്ത് ഓൺലൈനിൽ ഇവരെ കണ്ടു, നിങ്ങൾക്കതൊന്നും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് കേട്ടോ. അതായത് അവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയതിനു ശേഷം നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ഭാഗ്യങ്ങൾ വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ ഒരു വ്യക്തിയെ ഒരിക്കലും നിങ്ങളുടെ ലക്കി ചാമാണ് അവർ. അതുകൊണ്ട് തന്നെ അവരെ വിട്ട് കളയാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ ആർക്കും അവരെ വിട്ട് കൊടുക്കില്ല എന്നുള്ള ആ ഒരു സ്ട്രോങ് ചിന്തയാണ് നിങ്ങളെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പൊസസീവ്നെസ് അവിടെ വരുന്നത് കേട്ടോ. തുടർച്ചയായിട്ട് നിങ്ങൾ അവരെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അതുകൊണ്ടാണ് ഡെവിളിഷ് എനർജി അവിടെ വരുന്നത്. ഒരു ഒബ്സഷൻ ലെവലിൽ എന്ത് ചെയ്യുമ്പോഴും, ഉറങ്ങുമ്പോഴും, ചുമ്മാ ഇരിക്കുമ്പോഴും, ടി വി കാണുന്നുണ്ടായിരിക്കും, പക്ഷെ മനസ്സിൽ ഇവരുടെ മുഖമായിരിക്കും. ജോലി ചെയ്യുന്നുണ്ടായിരിക്കും, ബാക്ക് ഓഫ് ദി മൈൻഡിൽ ഇവരുടെ മനസ്സാണ്, ഇവരുടെ മുഖമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിൽ നിങ്ങൾ വല്ലാതെ അവരെ പ്രതി ഒബ്സസ്ഡാണ് എന്ന് കാണുന്നു കേട്ടോ. സ്നേഹമാണ്, അപാര സ്നേഹം. നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങളുടേതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായും സക്സസ് ആവുമെന്നും, അവിടെ തേർഡ് പാർട്ടി ഉണ്ടോ ഫോർത്ത് പാർട്ടി ഉണ്ടോ നിങ്ങൾക്കതൊന്നും ഒരു വിഷയമല്ല. നിങ്ങളെന്നും കണക്റ്റഡ് ആയിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ്ഫുള്ളി ജീവിതം മുഴുവൻ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു.
ഒരു പെർഫെക്റ്റ് ബാലൻസ് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ പേഴ്സണും അത് തന്നെയായിരുന്നു ചിന്തിച്ചത്. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതെല്ലാം ഒരു ബാലൻസിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ നിങ്ങളും ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. വല്ലാത്ത മിസ്സിങ് എനർജിയാണ് നിങ്ങൾക്ക്, കാരണം ഒബ്സഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവരെ വല്ലാത്തൊരു മിസ്സിങ് ഫീലിംഗ് ആണ് നിങ്ങൾക്ക് തോന്നാറുള്ളത്. എപ്പോഴും ഇവരെ കാണണം, സംസാരിക്കണം, അടുത്തിരിക്കണം, അങ്ങനെയെല്ലാം കോൺസ്റ്റൻ്റായിട്ട് നിങ്ങളും ഇവരുടെ ഓൺലൈൻ റിലേറ്റഡ് സ്റ്റോക്കിംഗ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ കാണുന്നു. ഇവരെന്ത് പോസ്റ്റ് ചെയ്യുന്നു, എന്തൊക്കെയാണ്, മെസ്സേജ് ഉണ്ടോ, മെസ്സേജ് ഇല്ലേ, എവിടെ പോയി, എന്താണ് അപ്ഡേറ്റ്സ്, ഇൻസ്റ്റയിൽ എന്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു, അങ്ങനെയൊക്കെ കോൺസ്റ്റൻ്റായിട്ട് ഇവരുടെ കാര്യങ്ങൾ ഫോട്ടോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാറുണ്ടായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇവർ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം വിളിക്കണം, അത് നിങ്ങൾക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്തോ ഒരു ജീവിതം മിസ്സായി പോയ പോലത്തെ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത് കേട്ടോ. രണ്ടുപേരും തന്നെ ഈക്വലി ഒബ്സസ്ഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓക്കെ, എന്തെന്നായാലും എല്ലാം നല്ലതായിട്ട് തന്നെ വരട്ടെ. അപ്പോൾ ഇന്ന് ഇത്രയും മതി. ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്താലേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ അല്ലേ. ഞാൻ ഒരു പക്ഷേ എല്ലാവർക്കും സ്പെസിഫിക്കലി റിപ്ലൈ ചെയ്യുന്നുണ്ടാവില്ല, അതിനുള്ള സമയം കിട്ടാഞ്ഞിട്ടാണ്, ക്ഷമിക്കുക. പക്ഷെ എല്ലാവരുടെ കമൻസും ഞാൻ കാണാറുണ്ട്, റീഡ് ചെയ്യാറുണ്ട് കേട്ടോ. മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണം എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ടോയെന്നെല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.